നിങ്ങൾ ആ ടോൾ പ്ലാസ ശ്രദ്ധിച്ചോ? ഈ കഴിഞ്ഞ ഫിസിക്കൽ ഇയറിൽ മാത്രം 36,000 കോടി രൂപയാണ് ടോൾ ഫീ ആയിട്ട് മാത്രം ഗവൺമെന്റ് കളക്ട് ചെയ്തേക്കുന്നത്. 36,000 കോടിയോ? അതായത് ഈ 36,000 ക്രോസിൽ 98.9% ടോൾ കളക്ട് ചെയ്യുന്നത് ഫാസ്ടാഗ് വഴിയാണ്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെക്സ്റ്റ് അതായത് 2024 ആകുമ്പോഴത്തേക്കും നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുണ്ട്, ഇതുപോലത്തെ ടോൾ പ്ലാസകൾ നിലവിൽ കാണത്തില്ല, ഇതുപോലത്തെ ബിൽഡിങ്ങുകൾ കാണത്തില്ല, അതിന് പകരം AI ക്യാമറകളായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ഇതെങ്ങനെ ഫീസിബിൾ ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വെഹിക്കിളിൽ GPS ട്രാക്കിംഗ് സിസ്റ്റം ഇവർ ഇൻസ്റ്റാൾ ചെയ്യും. അതിനോടൊപ്പം തന്നെ ഓരോ ഹൈവേസിന്റെ എൻട്രൻസിലും ആയിരിക്കും AI ക്യാമറകൾ ഇവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ഡിസ്റ്റൻസ് ആണോ കവർ ചെയ്യുന്നത് അതിനുള്ള ടോൾ ആയിരിക്കും നമ്മൾ പേ ചെയ്യേണ്ടത്. സോ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്കൊരു ടോൾ പ്ലാസയുടെ മുമ്പിൽ വന്നിട്ടുള്ള ലോങ് ആയിട്ടുള്ള ക്യൂകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് നമുക്ക് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് കണക്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കറന്റ് മാനുഫാക്ചർ ചെയ്യുന്നത്, അതായത് ഫാസ്ടാഗുകൾ കറന്റ് മാനുഫാക്ചർ ചെയ്യുന്നത് ഇന്ത്യൻ ഇൻഫോടെക് ആൻഡ് സോഫ്റ്റ്വെയർ ലിമിറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കമ്പനിയാണ്. ആൻഡ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ബാങ്കുകളാണ്. ഫോർ എക്സാമ്പിൾ SBI, ICICI, ഫെഡറൽ, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഇതുപോലത്തെ ബാങ്കുകളാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കമ്പനി ഇന്ത്യൻ ഇൻഫോടെക് ആൻഡ് സോഫ്റ്റ്വെയർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഒരു പെന്നി സ്റ്റോക്കാണ്. സോ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്യാവശ്യം റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ഇപ്പം ഇതുപോലെ തന്നെ ഒരു AI ക്യാമറ വെച്ചുള്ള ടോൾ കളക്ഷൻസ് എങ്ങനെയായിരിക്കും മാർക്കറ്റിൽ ഇമ്പാക്ട് ചെയ്യാൻ സാധ്യത, നിങ്ങളുടെ തോട്ട്സുകൾ കമൻറ്റ് ചെയ്യുക.